നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 3ാമത്തെ യൂണിറ്റായ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ, ആ യൂണിറ്റിലെ ക്വസ്റ്റ്യനും ആൻസേഴ്സും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് യു മീൻ ബൈ ദ വെയ്റ്റ് ഓഫ് ദ ഒബ്ജെക്ട്? ഒരു വസ്തുവിൻ്റെ ഭാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? The earth exerts an attractive force on all object. This is known as the weight of the object. അതായത് നമ്മുടെ എർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി എക്സേർട്ട് എന്ന് വെച്ചാൽ പ്രയോഗിക്കുന്നു. എന്ത് പ്രയോഗിക്കുന്നു? an attractive force, ഒരു ആകർഷണ ബലം. on all object, എല്ലാ ഒബ്ജക്റ്റിലും, അല്ലേ? നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും, എല്ലാ ഒബ്ജക്ട്സിലും ഭൂമി ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയ്റ്റ് ഓഫ് ദ ഒബ്ജെക്ട്, അല്ലേ? ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളിലും ഭൂമി ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇതാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്നറിയപ്പെടുന്നത്. അടുത്ത നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 38 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്, സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിന്റെ പരപ്പളവ് അത് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ എഴുതണം ഒരു കോളത്തിൽ. അടുത്ത കോളത്തിൽ ഒബ്സർവേഷൻ, അതിന്റെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണ ഫലം എന്താണെന്ന് എഴുതണം. സെയിം അതിൻ്റെ മലയാളം മീഡിയം ടേബിളാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേജ് നമ്പർ 38 തന്നെയാണ്. സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു, കുട്ടി മെത്തയിൽ, അങ്ങനെ കുറേ സിറ്റുവേഷൻസ്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നോക്കിയോളൂ. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? ബ്രിക്ക് ഓൺ എ സ്പോഞ്ച്. ഒരു സ്പോഞ്ചിൽ ഒരു ബ്രിക്ക് അല്ലെങ്കിൽ ഇഷ്ടിക വയ്ക്കുന്നു. ഫസ്റ്റിൽ വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലി, ആദ്യത്തത് അത് വെർട്ടിക്കലായിട്ട്, അല്ലെ? ഈ ഇഷ്ടിക അല്ലെങ്കിൽ ബ്രിക്ക് ലംബമായിട്ടാണ് വയ്ക്കുന്നത്. രണ്ടാമത് വെൻ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി, രണ്ടാമത് എങ്ങനെയാണ്? ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ തിരശ്ചീനമായിട്ടാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോൾ എന്താ വയ്ക്കുന്നത്? വെർട്ടിക്കലായിട്ട് ആ ബ്രിക്ക് എന്ന് വെച്ചാൽ ഇഷ്ടിക വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോൾ, ലംബമായിട്ട് വയ്ക്കുമ്പോൾ ഈ അടുത്ത കോളം നോക്കൂ. ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്, അവിടെ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? അതാണ് നമ്മളവിടെ എഴുതി ചേർക്കാനുള്ളത്. ലെസ് ഓർ മോർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ആ പറയുന്ന ബ്രിക്ക് അല്ലെങ്കിൽ ഇഷ്ടിക വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും, ലെസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ആൻസർ ലെസ്. ഇനി അതിൻ്റെ ഒബ്സർവേഷൻ എങ്ങനെ എഴുതാം? കംപ്രസ്ഡ് മോർ, കൂടുതൽ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുന്ന വെച്ചാൽ താഴ്ന്നു പോകുന്നു. എവിടെയാണ് വയ്ക്കുന്നത്? സ്പോഞ്ചിലാണ് വയ്ക്കുന്നത്. അപ്പോൾ സ്പോഞ്ചിൽ കൂടുതൽ താഴ്ന്നു പോകുന്നു. ഈ ബ്രിക്ക് ആ സ്പോഞ്ചിൽ കൂടുതൽ താഴ്ന്നു പോകുന്നു. അതാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിൻ്റെ ഏരിയ കുറയുമ്പോൾ ആ ഒബ്സർവേഷനിൽ കംപ്രസ്ഡ് മോർ, കൂടുതൽ താഴുന്നു. ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റ് കുറയുമ്പോൾ കംപ്രഷൻ കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കുക. ഇനി തിരിച്ചാകുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് ഏരിയ ഓഫ് സർഫസ് മോർ ആകുമ്പോൾ കംപ്രഷൻ ലെസ് ആയിരിക്കും, കംപ്രഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. രണ്ടാമത്തത് ബ്രിക്ക് ഓൺ എ സ്പോഞ്ച് വെൻ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഇനി വയ്ക്കുകയാണ്. ഹൊറിസോണ്ടലായിട്ട് വയ്ക്കുമ്പോൾ അവിടുത്തെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ നോക്കിയോളൂ. ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് അപ്പോൾ എന്താണ്? ലെസ് ആണോ മോർ ആണോ? മോർ, അല്ലേ? കൂടുതലാണ്. വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തതിനെക്കാട്ടിൽ കൂടുതലാണ് ഏരിയ ഓഫ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതലാവുമ്പോൾ ഒബ്സർവേഷൻ കംപ്രസ്ഡ് ലെസ്, അല്ലേ? മോർ ആവുമ്പോൾ കംപ്രഷൻ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് മോർ ആവുമ്പോൾ കംപ്രഷൻ ലെസ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ സിറ്റുവേഷൻ ചൈൽഡ് ഓൺ ദ മാട്രസ്, കുട്ടി മെത്തയിൽ. നോക്കിയോളൂ. ഒന്നാമത്തത് വൈൽ സ്റ്റാൻഡിങ്, അത് നിൽക്കുമ്പോൾ, കുട്ടി മെത്തയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ നോക്കൂ, അവിടെ ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് എന്തായിരിക്കും? കുറവായിരിക്കോ കൂടുതലായിരിക്കോ? ലെസ് ഓർ മോർ? ലെസ്, അല്ലേ? അവിടെ കുറവാണ്. കുട്ടി നിൽക്കുകയല്ലേ, അപ്പോൾ രണ്ട് കാലും മാത്രമേ ആ മെത്തയിൽ എന്ത് ചെയ്യുന്നു? ടച്ചിൽ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ എന്താണ് അവിടെ? ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. അങ്ങനെ ലെസ് ആയിരിക്കുമ്പോൾ കംപ്രഷൻ മോർ ആയിരിക്കും. നിങ്ങൾ മെത്തയിൽ കയറി നിന്ന് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. എന്നിട്ട് വൈൽ ലൈയിങ് ഡൗൺ, എന്നിട്ട് മെത്തയിൽ കിടക്കുമ്പോൾ അവിടെ ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് ലെസ് ആണോ മോർ ആണോ? മോർ, അല്ലേ? നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഏരിയ ഓഫ് സർഫസ് അവിടെ കോണ്ടാക്റ്റിൽ വരുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അവിടെ മോർ. അപ്പോൾ അവിടെ കംപ്രഷൻ എന്തായിരിക്കും? ലെസ് ആയിരിക്കും, അല്ലേ? നിങ്ങൾ കിടക്കുകയും നിൽക്കുകയും ചെയ്ത് നോക്കുക മെത്തയിൽ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കറക്റ്റായിട്ട്. ഇനി ബലൂൺ ഓൺ ദ പിൻസ്, ആണിയുടെ മുകളിൽ നമ്മൾ ബലൂൺ വയ്ക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫിഗർ ടെക്സ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. നോക്കുള്ളൂ. വെൻ യൂസ്ഡ് എ സിംഗിൾ പിൻ, നമ്മൾ ഒരാണി ഉപയോഗിച്ചപ്പോൾ അവിടെ ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് ലെസ് ആണ്, അല്ലേ? കുറവാണ്. അപ്പം ദ ബലൂൺ എന്ത് പറ്റും? ബലൂൺ ബേസ്റ്റ്, ബലൂൺ പൊട്ടിപ്പോവും. ഇനി
വെൻ യൂസ്ഡ് മൾട്ടിപ്പിൾ പിൻസ്, കൂടുതൽ ആണികൾ ഉപയോഗിച്ചപ്പോൾ, അവിടെ ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് മോർ ആണ്. അപ്പോൾ അവിടുത്തെ ഒബ്സർവേഷൻ ദ ബലൂൺ ഡസ് നോട്ട് ബേസ്റ്റ്, അവിടെ ബലൂൺ എന്ത് ചെയ്യുന്നില്ല, പൊട്ടിപ്പോകുന്നില്ല. ഇത്രയാണ് എഴുതി നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇത് ഇവിടെ മലയാളം മീഡിയംകാർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. ലംബമായി വയ്ക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കുറവ്. നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് കൂടുതൽ താഴുന്നു. ഇവിടെ പ്രതല പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഏരിയ. ഇനി തിരശ്ചീനമായി വയ്ക്കുമ്പോഴോ, ഇഷ്ടിക തിരശ്ചീനമായിട്ട് വയ്ക്കുമ്പോൾ പ്രതല പരപ്പളവ് കൂടുതലാണ്, സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കൂടുതലാണ്. അപ്പം നിരീക്ഷണ ഫലം കുറച്ച് താഴുന്നു അല്ലേ, ആ സ്പോഞ്ച് കുറച്ച് താഴുന്നു. ഇനി കുട്ടി മെത്തയിൽ നിൽക്കുമ്പോൾ പ്രതല പരപ്പളവ്, സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കുറവാണ്, അപ്പം ആ മെത്ത കൂടുതൽ താഴുന്നു. ഇനി കുട്ടി മെത്തയിൽ കിടക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കൂടുതലാണ്, അപ്പം മെത്ത കുറച്ചു താഴുന്നു. ഇനി ആണിയുടെ മുകളിൽ ബലൂൺ വയ്ക്കുന്നു. ഒരാണി ഉപയോഗിച്ചപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കുറവാണ്, അപ്പം ബലൂൺ പൊട്ടുന്നു. ഇനി കൂടുതൽ ആണികൾ ഉപയോഗിച്ചപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കൂടുതലാണ്, അപ്പോൾ എന്താണ് ആണിയുടെ ബലൂൺ അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പൊട്ടുന്നില്ല. ഓക്കെ ആണല്ലോ. ഇത്തിരി നമ്മൾ എഴുതി ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. പേജ് നമ്പർ 38 ടേബിളാണേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രഷർ? എന്താണ് മർദ്ദം എന്ന് പറഞ്ഞാൽ? നമ്മുടെ യൂണിറ്റിന്റെ പേര് തന്നെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്, മർദ്ദം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പ്രഷർ ഇസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ യൂണിറ്റ് പരപ്പളവിൽ, യൂണിറ്റ് ഏരിയ എന്ന് വെച്ചാൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം, ദ ഫോഴ്സ് അല്ലേ, അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സ് ആക്ടിങ് നോർമലായിട്ട് ഒരു യൂണിറ്റ് പരപ്പളവിൽ, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണേ. നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 39 ഒരു ഡക്കിൻ്റെയും ഒരു ഹെന്നിൻ്റെയും ഫോട്ടോ നിങ്ങൾ കണ്ടായിരുന്നോ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഹെൻ ആൻഡ് എ ഡക്ക് റേസ് ഇൻ എ മഡി ഫീൽഡ്, ഹൂ വിൽ വിൻ, വൈ? ഒരു കോഴിയും താറാവും കൂടി ചെളി നിറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ട മത്സരം വെച്ചാൽ ആര് ജയിക്കും, എന്താണ് കാരണം? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് അല്ലേ. എക്സാമിന് 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല അല്ലേ. നോക്കിയുള്ളൂ ആൻസർ, ദ ഡക്ക് വിൽ വിൻ ദ റേസ്. ഇവിടുത്തെ ഈ ഒരു റേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഓട്ട മത്സരത്തിൽ ആരാ ജയിക്കുന്നത്? ഡക്ക് അല്ലേ, താറാവാണ് ജയിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് ബ്രോഡ് വെബിഡ് ഫീറ്റ്. ഈ ഡക്കിൻ്റെ അല്ലെങ്കിൽ താറാവിൻ്റെ കാലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊത്തം ഈ വെബിഡ് ഫീറ്റ് ആണ് അല്ലേ, ഇങ്ങനെ പരസ്പര ബന്ധിതമായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ കാലുകൾ. ഓരോ വിരലും ഇങ്ങനെ ഡിവൈഡ് ചെയ്തല്ല ഇരിക്കുന്നത്, പരസ്പരം ഇത് കണക്റ്റഡ് ആണ് മൊത്തത്തിൽ. ഒരു മാംസം വെച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കണക്റ്റഡ് ആണ് ഈ ഡക്കിൻ്റെ കാലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ. ഇറ്റ്സ് ബ്രോഡ് വെബിഡ് ഫീറ്റ് പ്രൊവൈഡ് എ ലാർജർ സർഫസ് ഏരിയ ആൻഡ് എക്സേർട്സ് ലെസ് പ്രഷർ. അതായത് ഈ താറാവിൻ്റെ ബ്രോഡ് വെബിഡ് ഫീറ്റ് എന്ന് വെച്ചാൽ പരസ്പര ബന്ധിതമായ കാലുകൾ. ബ്രോഡ് എന്ന് വെച്ചാൽ വലിയ പരസ്പര ബന്ധിതമായ കാലുകൾ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. എ ലാർജർ സർഫസ് ഏരിയ, കൂടുതൽ സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു, കൂടുതൽ പ്രതല പരപ്പളവ് അല്ലേ, സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യുന്നു? ആൻഡ് എക്സേർട്സ് ലെസ് പ്രഷർ, അവിടുത്തെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. സർഫസ് ഏരിയ എപ്പോൾ കൂടുന്നോ അപ്പോൾ അവിടെ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം കുറയും. സർഫസ് ഏരിയ കുറഞ്ഞാൽ മർദ്ദം കൂടും, സർഫസ് ഏരിയ കൂടിയാൽ മർദ്ദം കുറയും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രൊവൈഡ് എ ലാർജർ സർഫസ് ഏരിയ, അതൊരു ലാർജർ സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എക്സേർട്ട് ലെസ് പ്രഷർ ഓൺ ദ ഗ്രൗണ്ട്, അതിലൂടെ ഗ്രൗണ്ടിൽ അത് എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന പ്രഷർ, മർദ്ദം എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ഇറ്റ് ഡസ് നോട്ട് സിങ്ക് മച്ച്, അതുകൊണ്ട് അത് കൂടുതൽ താഴ്ന്നു പോകുന്നില്ല. ഇൻ കോൺട്രാസ്റ്റ് ദ ഹെൻസ് നാരോ ക്ലോസ്, അത് ഇൻ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ എന്നാൽ അല്ലേ, കോഴിയായിട്ട് നമ്മളിനി കമ്പയർ ചെയ്യാണ്. ഇൻ കോൺട്രാസ്റ്റ് ദ ഹെൻസ് നാരോ ക്ലോസ്, ഹെന്നിൻ്റെ അല്ലെങ്കിൽ കോഴിയുടെ നാരോ എന്ന് വെച്ചാൽ വളരെ വീതി കുറഞ്ഞ, ക്ലോസ് എന്ന് വെച്ചാൽ അതിൻ്റെ കാലിന് പറയുന്നതാണ് കേട്ടോ. ക്ലോസ് പ്രൊവൈഡ് എ സ്മോളർ സർഫസ് ഏരിയ, അത് വളരെ കുറച്ച് സർഫസ് ഏരിയ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സർഫസ് ഏരിയ കുറയുമ്പോൾ അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യുന്നു? എക്സേർട്ട് മോർ പ്രഷർ, അത് കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് സിങ്ക് മോർ, അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? കൂടുതൽ താഴ്ന്നു പോകുന്നു. ഈ കോഴി കൂടുതൽ താഴ്ന്നു പോകുന്നു. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത മലയാളം മീഡിയം. താറാവ് ഓട്ട മത്സരത്തിൽ വിജയിക്കും.
കാരണം താറാവിൻ്റെ പരസ്പര ബന്ധിതമായ വീതിയേറിയ പാദങ്ങൾ കൂടുതൽ പ്രതലപ്പരപ്പളവ് നൽകുകയും നിലത്ത് കുറഞ്ഞ മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നതിനാൽ അത് അധികം മുങ്ങുന്നില്ല. ആര്? ഈ താറാവ് അധികം മുങ്ങുന്നില്ല. എന്നാൽ കോഴിയുടെ വീതി കുറഞ്ഞ ചെറിയ പാദങ്ങൾ കുറഞ്ഞ പ്രതലപ്പരപ്പളവ് നൽകുകയും കൂടുതൽ മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. അല്ലേ? കുറഞ്ഞ പ്രതലപ്പരപ്പളവ് നൽകി കഴിഞ്ഞാൽ അവിടുത്തെ മർദ്ദം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ മുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. അടുത്ത് നോക്കിയോളൂ. ഇതാ ഇവിടെ ടെക്സ്റ്റിലുള്ള ഒരു ഫിഗറാണ്. സി ദ ഫിഗർ 3.5 ഓഫ് 2 കോൺക്രീറ്റ് സ്ലാബ്സ് പ്ലേസ്ഡ് ഇൻ എ സാൻഡ്. ഒരു സാൻഡിൽ 2 കോൺക്രീറ്റ് സ്ലാബ് പ്ലേസ് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടോ? രണ്ടും 2 രീതിയിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 1 2 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഓഫ് ദം ഈസ് മെയ്ഡ് ഓഫ് ക്യൂബ്സ് വെയിങ് ഓഫ് 18 ന്യൂട്ടൺ ഫിക്സഡ് ടുഗദർ. 18 ന്യൂട്ടൺ ഭാരമുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള ക്യൂബുകൾ ചേർത്താണ് ഇവ നിർമ്മിച്ചു വെച്ചേക്കുന്നത്. ഓരോ ക്യൂബിനും എത്രയാണ്? 18 ന്യൂട്ടൺ ആണ് ഭാരം എന്ന് പറയുന്നത്. അതിവിടെ തന്നിട്ടുള്ളതാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഏരിയ ഓഫ് 1 സൈഡ് ഓഫ് ദി ക്യൂബ് ഈസ് 0.36 മീറ്റർ സ്ക്വയർ. ഒരു വശത്തിൻ്റെ, ഈ ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.36 മീറ്റർ സ്ക്വയർ ആണ്. അത് തന്നിട്ടുണ്ട്. നമുക്ക് മുകളിൽ ആ ഒരു ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെഫറിംഗ് ടു ദ ഫിഗർ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ചിത്രത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതാ ഇവിടെ ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ടേബിൾ നോക്കാം. നോക്കിയോളൂ. ടേബിളിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ചെയ്യണം. ഒന്നാമത്തത് സ്ലാബ് 1, രണ്ടാമത്തത് സ്ലാബ് 2. ഒന്നാമത്തെ ഫിഗറിൽ കാണിച്ചില്ലേ? അത് സ്ലാബ് 1, രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചത് സ്ലാബ് 2. മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അളവ്, അല്ലേ? അളവ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അളവുകൾ? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സാൻഡ്. മണലിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? അത് സ്ലാബ് 1ൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? സ്ലാബ് 2ൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നോക്കിയോളൂ. ഫസ്റ്റ് എത്രയാണ്? സ്ലാബ് 1ൽ അനുഭവപ്പെടുന്ന ബലം 180 ന്യൂട്ടൺ. സ്ലാബ് 2ൽ അനുഭവപ്പെടുന്ന ബലം 180 ന്യൂട്ടൺ. എങ്ങനെ ഈ 180 ന്യൂട്ടൺ കിട്ടിയത്? ഇവിടെ എണ്ണി നോക്കണം. കണ്ടോ? ആ 2 ഫിഗറിലും എത്ര ക്യൂബ്സ് ഉണ്ട്? എത്ര ക്യൂബ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. ഒന്നാമത്തെ സ്ലാബിലും രണ്ടാമത്തെ സ്ലാബിലും, അതായത് എത്ര ക്യൂബ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. കോൺക്രീറ്റിൻ്റെ എത്ര ക്യൂബ്സ് ഉണ്ട്? മൊത്തം 10 ക്യൂബ്സ് ഉണ്ട്. ഒരു ക്യൂബിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ക്യൂബ് അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് 18 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ, ടെക്സ്റ്റിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മണലിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ അല്ലെങ്കിൽ ആകെ ബലം എന്ന് പറയുന്നത് മൊത്തം എത്ര ക്യൂബ് ഉണ്ട്? 10 ക്യൂബ് ഇൻറ്റു ഒരു ക്യൂബിൽ അനുഭവപ്പെടുന്ന ഭാരം അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത് 18 ന്യൂട്ടൺ. അപ്പോൾ 10 × 18 ചെയ്താൽ മതി. എത്ര കിട്ടും? 180 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെയാണ് അവിടെ 180 ന്യൂട്ടൺ എന്നുള്ള ആൻസറിലേക്ക് എത്തിയത്. കണ്ടോ? ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ സാൻഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? 180 ന്യൂട്ടൺ. കണ്ടല്ലോ? അത് സ്ലാബ് 1ൽ 10 ക്യൂബ്സ് ഉണ്ട്, സ്ലാബ് 2ലും 10 ക്യൂബ്സ് ഉണ്ട്. അപ്പോൾ ആ മണലിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 180 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട്. സമ്പർക്കത്തിൽ വരുന്ന പ്രതലപ്പരപ്പളവ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് സമ്പർക്കത്തിൽ വരുന്ന, അതായത് ആ മണലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു ഫേസിൻ്റെ പ്രതലപ്പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നോക്കിയോളൂ. ഒന്നാമത്തെ സ്ലാബ് 1ൽ എത്ര ക്യൂബ്സുമായിട്ട് അത് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്? എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. എന്നാൽ സ്ലാബ് 2ലാണെങ്കിലോ ഒരേ ഒരു ക്യൂബുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നറിയാമോ? ഇതാ ഇവിടെ താഴെയാണ് അതിൻ്റെ ആൻസർ എഴുതിയേക്കുന്നത്. ഇവിടെ ഒരു ഫേസിൻ്റെ, ആ ക്യൂബിൻ്റെ ഒരു ഫേസിൻ്റെ ഏരിയ അല്ലെങ്കിൽ പ്രതലപ്പരപ്പളവ് എത്രയെന്നാണ് തന്നിട്ടുള്ളത്? 0.36 മീറ്റർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ സ്ലാബ് 1ൽ എത്ര ക്യൂബിൻ്റെ ഫേസുമായിട്ടാണ് ആ മണലിന് കോണ്ടാക്റ്റ് വരണത് നോക്കണം. അവിടെ നോക്ക്, എത്ര ഫേസുമായിട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത്? അവിടെ 4 ക്യൂബ് ഉണ്ട്. ആ 4 ക്യൂബിൻ്റെ 4 ഫേസുമായിട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.36 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ഏരിയ എന്ന് പറയുമ്പോൾ 0.36 × 4 ചെയ്താൽ മതി. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്.
ഇവിടെ താഴെ 0.36 × 4 ചെയ്യുമ്പം 1.44 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സ്ലാബ് 1ന്റെ ആൻസർ 1.44 മീറ്റർ സ്ക്വയർ കിട്ടി. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇനി സ്ലാബ് 2ൽ എത്ര ക്യൂബിൻ്റെ ഫേസുമായിട്ടാണ് കോണ്ടാക്ട് വരുന്നത്? ഒരേ ഒരു ക്യൂബിൻ്റെ ഒരൊറ്റ ഫേസുമായിട്ടാണ് കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ 0.36 × 1 ചെയ്താൽ മതി. അപ്പോൾ 0.36 മീറ്റർ സ്ക്വയർ എന്നതിന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ആൻസർ സ്ലാബ് 1ൽ 1.44 മീറ്റർ സ്ക്വയറും സ്ലാബ് 2ൽ 0.36 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം. ഇവിടെ എന്താണ്? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സാൻഡ്, ആ സാൻഡിൽ അല്ലെങ്കിൽ ആ മണൽപ്പരപ്പിൽ ടോട്ടൽ ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലം എത്രയെന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 180 ന്യൂട്ടൺ എന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കണം. അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? സ്ലാബ് 1ൽ 1.44ഉം സ്ലാബ് 2ൽ 0.36ഉം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180നെ 1.44 കൊണ്ട്, സ്ലാബ് 1ലാണെങ്കിൽ 1.44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 180നെ 1.44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 125 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ സ്ലാബ് 1ൽ അനുഭവപ്പെടുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ, സ്ലാബ് 1ൽ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 125 ന്യൂട്ടൺ ആണ്. ഇനി സ്ലാബ് 2ലാണെങ്കിലോ 180 ഡിവൈഡഡ് ബൈ 0.36 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 500 ന്യൂട്ടൺ. അപ്പോൾ സ്ലാബ് 2ൽ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ. മനസ്സിലായോ? അവിടെ എന്താ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ സർഫസ് ഏരിയ കൂടിയപ്പോൾ ഫോഴ്സ് കുറഞ്ഞു, സർഫസ് ഏരിയ കുറഞ്ഞപ്പോൾ ഫോഴ്സ് കൂടി അല്ലേ? അവിടെ നോക്ക്, സ്ലാബ് 1ൽ സർഫസ് ഏരിയ 1.44 ആണ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 125 ന്യൂട്ടൺ ആണ്. സ്ലാബ് 2ലെ സർഫസ് ഏരിയ 0.36 ആണ്, അവിടെ കുറവാണ്. അപ്പോൾ പക്ഷേ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ന്യൂട്ടൺ ആണ് അല്ലേ? ഫോഴ്സ് കൂടുതലല്ലേ അവിടെ അനുഭവപ്പെട്ടത് അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ച് വെച്ചേക്ക്. നല്ലൊരു പോയിൻ്റായിട്ട് നമ്മളിനി തുടർന്ന് പറയുന്നതായിരിക്കും. അടുത്തത്, വാട്ട് യു മീൻ ബൈ ത്രസ്റ്റ്? എന്താണ് ത്രസ്റ്റ് അല്ലെങ്കിൽ വ്യാപകമർദ്ദം? The force acting normally on a surface is called thrust. The force acting normally on a surface. ഇനി എന്താണ് പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്നറിയോ? നമ്മൾ പ്രഷറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ ഡെഫിനിഷൻ നേരത്തെ പഠിച്ചില്ലേ? എന്താണ്? ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ എന്നാണ് പഠിച്ചത്. ഇവിടെ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ്, ഒരു സർഫസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ, ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ച് വെച്ചോളണം. അപ്പോൾ എന്താണ്? മലയാളം മീഡിയം, ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. ഇനി മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം മർദ്ദവും ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലം വ്യാപക മർദ്ദവും. അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി ഇതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക. അടുത്തത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. മർദ്ദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്. നേരത്തെ ആ ടേബിളിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിച്ചത് അല്ലേ? ഏറ്റവും ലാസ്റ്റിലത്തെ ആൻസർ കണ്ടുപിടിക്കുക. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം അല്ലേ? അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു ഇക്വേഷനാണ്. അതായത് F/A. ഇവിടെ F എന്ന് പറയുന്നത് വ്യാപക മർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റ്, പിന്നെ എ എന്ന് പറയുന്നത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അപ്പോൾ ത്രസ്റ്റിന് നമ്മൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മർദ്ദം അല്ലെങ്കിൽ പ്രഷറിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. P=F/A എന്നാണ് പറയുന്നത്. P എന്ന് പറയുന്നത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം, F എന്ന് പറയുന്നത് വ്യാപക മർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റ്, എ എന്ന് പറയുന്നത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അടുത്തത് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. ഏതാണ്? പാസ്കൽ. SI യൂണിറ്റ് ഓഫ് പ്രഷർ പാസ്കൽ. ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ്കൽ. അതായത് പാസ്കലിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഈ രണ്ട് രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാം. ഇനി അതിൻ്റെ താഴെയുള്ള ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്, എന്നാലും നൗ ഫൈൻഡ് ഔട്ട് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എബോവ് സ്ലാബ്സ് ഓൺ ദ സാൻഡ്. അതായത് മുകളിലെ സ്ലാബുകളിൽ മണലിൽ പ്രയോഗിക്കുന്ന മർദ്ദം കണ്ടെത്തണം. ഒന്നാമത്തത് പ്രഷർ എക്സേർട്ടഡ് ബൈ സ്ലാബ് 1. സ്ലാബ് 1 പ്രയോഗിക്കുന്ന മർദ്ദം, പ്രഷർ എക്സേർട്ടഡ് ബൈ സ്ലാബ് 2. സ്ലാബ് 2 പ്രയോഗിക്കുന്ന മർദ്ദം. എത്രയൊക്കെ വരും ആൻസർ? നമ്മൾ കണ്ടുപിടിച്ചതാണ് നേരത്തെ. പ്രഷർ എക്സേർട്ടഡ് ബൈ സ്ലാബ് 1 125
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഇനി പ്രഷർ എക്സർട്ടഡ് ബൈ സ്ലാബ് 2 ആണെങ്കിൽ 500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. സ്ലാബ് 1 പ്രയോഗിക്കുന്ന മർദ്ദം 125 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, സ്ലാബ് 2 പ്രയോഗിക്കുന്നത് 500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത നമ്മൾ ടെക്സ്റ്റിലുള്ള ഒരു ഫിഗർ ആണ്. എ കോൺക്രീറ്റ് ബ്ലോക്ക് വെയിങ് 100 ന്യൂട്ടൺ ഈസ് പ്ലേസ്ഡ് ഓൺ സാൻഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 3.7. ഈ ഫിഗർ 3.7 ഒരു കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക് 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക് ആ സാൻഡിൽ പല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് പൊസിഷൻ വിൽ ദ ഹയസ്റ്റ് പ്രഷർ ബി എക്സേർട്ടഡ് ഓൺ ദ സാൻഡ്? ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുന്നത്? ഏത് രീതിയിലാണ്? ഒന്നാമത്തെ രീതിയാണോ, രണ്ടാമത്തെ രീതിയാണോ, മൂന്നാമത്തെ രീതിയിൽ വയ്ക്കുമ്പോഴാണോ? മർദ്ദം കൂടുതലാവുന്നത് എപ്പോഴും സർഫസ് ഏരിയ കുറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗർ നോക്കൂ. ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഇതിൽ ഏത് ഫിഗറിലാണ് സർഫസ് ഏരിയ കുറഞ്ഞ രീതിയിൽ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത്? ഇവിടെ മൂന്നാമത്തെ ഫിഗറാണ് സർഫസ് ഏരിയ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ഇൻ ദ തേർഡ് വേ, മൂന്നാമത്തെ രീതിയിൽ എന്ന് നമുക്കിവിടെ എഴുതാം. മൂന്നാമത്തെ രീതിയിൽ കോൺക്രീറ്റ് ബ്ലോക്ക് പ്ലേസ് ചെയ്തേക്കുന്നതാണ് എന്താണ് ഹയസ്റ്റ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പൊസിഷൻ വിൽ കോസ് ദ കോൺക്രീറ്റ് ബ്ലോക്ക് ടു സിങ്ക് ഡീപ്പർ ഇൻ ടു ദ സാൻഡ്? വൈ? ഏത് രീതിയിൽ വയ്ക്കുമ്പോഴായിരിക്കും കോൺക്രീറ്റ് കട്ട മണലിലേക്ക് കൂടുതൽ താഴുന്നത്? എന്തുകൊണ്ട്? ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ്? ആൻസർ: ദ കോൺക്രീറ്റ് ബ്ലോക്ക് സിങ്സ് ഡീപ്പർ ഇൻ ടു ദ സാൻഡ് വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലി. വെർട്ടിക്കലായിട്ട് അല്ലെ, ആ കോൺക്രീറ്റ് ബ്ലോക്ക് വെർട്ടിക്കലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ മണലിലേക്ക് സിങ്ക് ചെയ്യുന്നത്. സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ താഴുന്നത്. ഡീപ്പർ എന്ന് വെച്ചാൽ കൂടുതൽ ആഴത്തിലേക്ക് താഴുന്നത്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇറ്റ് സർഫസ് ഏരിയ ഈസ് സ്മോളർ. അതിൻ്റെ സർഫസ് ഏരിയ എന്താണ്? കുറവാണ്, ചെറുതാണ്. വിച്ച് ഇൻക്രീസസ് ദ പ്രഷർ. അപ്പോൾ അത് അവിടെ എന്ത് ഇൻക്രീസ് ആവുന്നു? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം ഇൻക്രീസ് ആവുന്നു. സർഫസ് ഏരിയ കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. അപ്പോൾ ആ സെയിം ക്വസ്റ്റിൻ്റെ മലയാളം മീഡിയം ആണ്. ഒരു കോൺക്രീറ്റ് കട്ട മണലിൽ ചിത്രത്തിലുള്ളതുപോലെ 3 വ്യത്യസ്ത രീതിയിൽ വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുന്നത്? ഒന്നാമത്തെ രീതിയാണോ, രണ്ടാമത്തെ രീതിയാണോ, മൂന്നാമത്തെ രീതിയാണോ? മൂന്നാമത്തെ രീതിയിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുന്നത്. കാരണം മൂന്നാമത്തെ രീതിയിൽ വയ്ക്കുമ്പോൾ അവിടെ സർഫസ് ഏരിയ എന്തായിരിക്കും? കുറവായിരിക്കും. സർഫസ് ഏരിയ കുറയുമ്പോൾ മർദ്ദം കൂടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രീതിയിൽ വയ്ക്കുമ്പോഴായിരിക്കും കോൺക്രീറ്റ് കട്ട മണലിലേക്ക് കൂടുതൽ താഴുന്നത്? എന്തുകൊണ്ട്? ഈ കോൺക്രീറ്റ് കട്ട കൂടുതൽ മണ്ണിലേക്ക് താഴുന്നത് സർഫസ് ഏരിയ കുറഞ്ഞ രീതിയിൽ വയ്ക്കുന്നത് അല്ലേ. ഈ സർഫസ് ഏരിയ കുറഞ്ഞ രീതിയിൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യേണ്ടത്? ഹൊറിസോണ്ടലായിട്ടാണോ വെർട്ടിക്കലായിട്ടാണോ? വെർട്ടിക്കലായിട്ട് അല്ലേ, ലംബമായ രീതിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ. നമുക്ക് ലംബമായി കോൺക്രീറ്റ് കട്ട വയ്ക്കുമ്പോഴാണ് മണലിലേക്ക് അത് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നത്. കാരണം ഇത് ലംബമായി വയ്ക്കുമ്പോൾ പ്രതല പരപ്പളവ് കുറവായതിനാൽ മർദ്ദം വർദ്ധിക്കുന്നു. അടുത്തത്, വെൻ ത്രസ്റ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ദ പ്രഷർ ഈസ് ഡാഷ് പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ. വ്യാപക മർദ്ദം, ത്രസ്റ്റ് എന്ന് വെച്ചാൽ വ്യാപക മർദ്ദം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ, സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് ഡാഷ് പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ആയിട്ട് എന്ത് അനുപാതത്തിലായിരിക്കും? ഒരേ അനുപാതത്തിലായിരിക്കോ വിപരീത അനുപാതത്തിലായിരിക്കോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ് എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, വെൻ ദ സർഫസ് ഏരിയ ഡിക്രീസസ്. സർഫസ് ഏരിയ കുറയുമ്പോൾ ദ പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് അല്ലേ. അപ്പോൾ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ സർഫസ് ഏരിയ കുറയുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഡ്രൈവ് എ കാർ ഓൺ എ റോഡ് ഫുൾ ഓഫ് മഡ്. നിങ്ങളൊരു കാർ ഡ്രൈവ് ചെയ്യാണ്, നിറയെ ചെളി നിറഞ്ഞ റോഡിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. ദ കാർ വിൽ സിങ്ക്. നമ്മൾ കാറ് സിങ്കായി അല്ലേ, അത് താഴ്ന്നു പോകുന്നു. ബട്ട് ഇഫ് യു പുട്ട് എ വുഡൻ പ്ലാങ്ക് ഓൺ ഇറ്റ്. എന്നാൽ നിങ്ങൾ ഒരു തടി കൊണ്ടുള്ള മരം കൊണ്ടുള്ള ഒരു പലക അതിലിട്ട് കഴിഞ്ഞാൽ ദ കാർ വിൽ നോട്ട് സിങ്ക്. ഈ ചെളിയിലിട്ട് കഴിഞ്ഞാൽ കാറ് സിങ്ക് ആവത്തില്ല, അല്ലെങ്കിൽ ആ വണ്ടി അങ്ങ് താഴ്ന്നു പോകത്തില്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ റീസൺ എന്താണ്? ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ആദ്യം ഈ ടെക്സ്റ്റ് തുടങ്ങിയപ്പോൾ ഒരു വണ്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് കാണിച്ചില്ലേ? അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു ഒരു മരപ്പലക ഇട്ടാൽ നിങ്ങളുടെ വണ്ടി താഴ്ന്നു പോകില്ല എന്ന് പറഞ്ഞില്ലേ? അതേ സെയിം ക്വസ്റ്റ്യനാണ്. അതൊരു ക്വസ്റ്റ്യനായിട്ട് എഴുതിയേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച അതിൽ നിന്ന് നമ്മൾ പോയിന്റ് മനസ്സിലാക്കി ഇവിടെ ആൻസർ എഴുതണം. ആൻസർ നോക്കിയോളൂ. വെൻ എ വുഡൻ പ്ലാങ്ക് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ ടയർ. ഒരു വുഡൻ പ്ലാങ്ക് എന്ന് വെച്ചാൽ ഒരു മരപ്പലക നമ്മൾ പ്ലേസ് ചെയ്തു വയ്ക്കുന്നു. എവിടെ? അണ്ടർ ദ ടയർ. ടയറിൻ്റെ അടിയിൽ വയ്ക്കുമ്പോൾ
ദ സർഫസ് ഏരിയ ഇൻക്രീസസ്. അവിടുത്തെ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു, വർദ്ധിക്കുന്നു അല്ലേ? അപ്പോൾ സർഫസ് ഏരിയ വർദ്ധിക്കുമ്പോൾ, ആസ് ദ സർഫസ് ഏരിയ ഇൻക്രീസസ്, സർഫസ് ഏരിയ വർദ്ധിക്കുമ്പോൾ ദ പ്രഷർ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസസ്, പ്രഷർ കുറയുന്നു. സോ ദ കാർ വിൽ നോട്ട് സിങ്ക് ഇൻ ദ മഡ്. അപ്പോൾ കാർ എന്ത് ചെയ്യുന്നു? ആ മഡിൽ സിങ്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ആ മഡിൽ, ചെളിയിൽ താഴ്ന്നു പോകുന്നില്ല. ഓക്കെ. ടയറുകൾക്ക് താഴെ ഒരു മരപ്പലക ഇടുന്നു. ഇത് പ്രതല പരപ്പളവ് വർദ്ധിപ്പിക്കുന്നു, അതിലൂടെ മർദ്ദം കുറയുന്നു, അതിനാൽ വണ്ടി ചെളിയിലേക്ക് താഴുന്നില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാമേ. താങ്ക് യു.